നമ്മൾ റഹ്മത്ത് ഹോട്ടലിൻ്റെ മുന്നിലെത്തി കേട്ടോ. ഇവിടെ വണ്ടി പാർക്കിംഗ് ഇവിടെ പറ്റൂല. കുറച്ച് മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റിലാണ് പാർക്കിംഗ് വരുന്നത്. നമ്മൾ പാർക്കിംഗ് കണ്ടുപിടിച്ചേക്കാണ്. റഹ്മത്തിൻ്റെ പാർക്കിങ്ങിലോട്ട് നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. ഈ പാർക്കിങ്ങിനകത്ത് തന്നെ ഒരു നമസ്കാര സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള. അതുപോലെ താണ്ട് ഈ ഒരു ഇത്രയും ഏരിയ, ഒരു വലിയൊരു ഏരിയ പാർക്കിങ് ചെയ്തേക്കുന്നുണ്ടോ. പിന്നെ മറ്റൊരു സംഭവം എന്താണെന്നറിയോ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ടലിലേക്ക് നമ്മൾ ഇത് കണക്ക് ഓട്ടോയിൽ ഡ്രോപ്പ് ചെയ്ത് തരും. അവർക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓട്ടോയും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നടക്കേണ്ട വെയിലത്തായിരുന്നാലും നമുക്കപ്പോൾ ഓട്ടോയിൽ കയറി പോകും. ചേട്ടൻ്റെ പേര് അബ്ദുൾ. ഓക്കെ, അപ്പോൾ റഹ്മത്തിലെ ബിരിയാണി കഴിക്കാൻ പോവാം. നമ്മൾ ഓട്ടോയിൽ കയറി റഹ്മത്തിന്റെ മുന്നിലേക്ക് പോയാണ് കേട്ടോ. ഇതാണ് റഹ്മത്ത് ഹോട്ടൽ. അപ്പോൾ നമുക്ക് ഫാമിലി സെക്ഷനിൽ കയറാം. ഇത് തന്നെ ഫാമിലി സെക്ഷനിൽ കയറിയിട്ട് നമുക്ക് ബിരിയാണി എക്സ്പീരിയൻസ് ചെയ്യാം. ഇതെന്തോ കയറി വരുമ്പോൾ ഇതെന്തൊക്കെ ഐറ്റം? ഇതേ കോഴിക്കോടൻ പലഹാരങ്ങൾ. ഇങ്ങനെയാട്ടോ പ്രൈസ് വരുന്നത്. ബീഫ് ബിരിയാണി 170, ബീഫ് ബിരിയാണി ഹാഫ് 110. ഞാൻ ഈ റഹ്മത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള ആദ്യമായിട്ടാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല. അകത്തോട്ട് കയറി വരുമ്പോൾ നല്ല ആംബിയൻസ് ഉള്ള ഫാമിലിക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസ്റ്റോറൻറ്റ്. നല്ല ചൂട് പ്ലേറ്റ്. ചൂടാണ്, തുടരുത് മോനെ, കൈ കൊള്ളും. നമ്മുടെ ചിക്കൻ 65, അതിൻ്റെ കൂടെയുള്ള സാലഡ്, റൈത്ത, സാലഡ്, പിക്കിള്, ചമ്മന്തി. അതേതാ? ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി. അപ്പോൾ നമുക്കിത് ഓരോന്നും ടേസ്റ്റ് ചെയ്യാം. അടിച്ച് ആദ്യം മട്ടൻ ബിരിയാണി വിളമ്പിക്കും. ആദ്യം നമ്മൾ മട്ടനാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയൊരു പീസ് മസാലയോടെ ചേർത്ത് വെക്കും. ഒരു ചീഞ്ഞവന് കൂടെ നല്ല മട്ടൻ്റെ നല്ലി എല്ലൊക്കെ ഉള്ള പോർഷനാണ്. നല്ല ചൂടുണ്ട്, നന്നായിട്ട് വെന്ത മട്ടൻ. ആ ബിരിയാണിയുടെ ഒരു ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ശകല മട്ടൻ എടുത്ത് ആ കൈമ റൈസാണ് അതിലിങ്ങനെ കുഴച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മട്ടൻ്റെ ആ ഫ്ലേവർ കിട്ടുന്നുണ്ട്. കൊള്ളാം. മട്ടൻ ബിരിയാണി കൊള്ളാം കേട്ടോ. എങ്ങനെയുണ്ട് മോനെ? കഴിക്കാൻ പാടാണ്, ചൂട് കഴിക്കാൻ. അല്ല, കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ? നല്ല ഇഷ്ടപ്പെട്ട മോനെ? ചുമ്മാ പറയുന്നില്ല കേട്ടോ. മട്ടൻ ബിരിയാണി ഇവിടുത്തെ കൊള്ളാം. ഇനി അടുത്ത കഴിക്കട്ടെ. ഇത് കഴിച്ചിട്ട് നമ്മൾ അടുത്ത കാണാം. ഒരു പീസ് ചിക്കൻ 65 കൂടെ നമുക്ക് എടുക്കാം. കൊള്ളാം, അതും കൊള്ളാം. അടുത്ത ചിക്കൻ. നമ്മൾ മട്ടൻ കംപ്ലീറ്റ് ആയിട്ട് തീർത്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ട്രൈ ചെയ്തത്. അതൊരു വലിയ പീസല്ലേ, ഒറ്റ പീസേ ഉള്ളൂ ഉണ്ട്. അപ്പോൾ അതവിടെ വെച്ചോ. ചിക്കൻ ഇതാണ്, ലഗൂൺ കോഴിയാണ്. ലഗൂൺ അല്ലല്ലേ, സാധാ കോഴിയാണ്. ചിക്കൻ കുറച്ച് ഹാർഡാണ്, സോഫ്റ്റ് അല്ല. ലഗൂൺ തന്നെയാവും. ലഗൂൺ തന്നെ. അതാണ്ട് ലെഗ് പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ലഗൂൺ കോഴി തന്നെ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം. ഒരു ബൈറ്റും കൂടെ എടുത്ത് നോക്കട്ടെ, എപ്പോഴറിയാം. മസാലയും ചേർത്ത് നമ്മൾ കഴിച്ചിട്ട് കാണാം. കൊള്ളാം, ടേസ്റ്റ് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ അച്ചാർ ശാല എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴവും നാരങ്ങയും കൂടെ ചേർത്തിട്ടുള്ള അച്ചാറാണ്. അടുത്ത ബീഫ് എടുക്കുക.
അടുത്ത ബീഫാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഒരു ചെറിയൊരു പീസ് അത് മതി, ആ ഒരു പീസ് ആ മസാലയോട് കൂടി. ഓക്കെ, ബീഫ് നല്ല വെന്ത് സോഫ്റ്റായ ബീഫ്, നല്ല സോഫ്റ്റ്. ഇതാക്കി കണ്ടോ, നമ്മൾ ശകലം എടുത്ത് കഴിച്ചു നോക്കാം, മസാലയും ചേർത്ത്. സൂപ്പർ. കഴിച്ചിട്ട് അവസാനം പറയാം, ഇതും കൊള്ളാം. ഫുള്ള് കഴിച്ച് തീർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബില്ല് വന്നിട്ടുണ്ട്. നമുക്കായിരിക്കുന്ന 1155. മട്ടൻ ബിരിയാണി 1, ബീഫ് ബിരിയാണി 1, ചിക്കൻ ബിരിയാണി 1. ഓക്കെ, മിൻറ്റ് ലൈമ് 35 രൂപ 3 എണ്ണം, എക്സ്ട്രാ പിന്നെ 1 എണ്ണം കൂടെ. റഹ്മത്ത് എത്ര ബ്രാഞ്ച് ഉണ്ട് കോഴിക്കോട്? 2 എണ്ണം. ഒന്നെവിടെയുള്ളത്? മാവൂർ റോഡിലല്ലേ? ഹോട്ടൽ റഹ്മത്ത് MG റോഡ് കോഴിക്കോട്. നമ്മളങ്ങനെ എത്തിയിരിക്കുക, പാർക്കിങ്ങിലേക്ക് എത്തി. ഇനി നമ്മുടെ വണ്ടി എടുക്കണം, പോകണം. അമ്പോ ചൂട് ചൂട് ചൂടേ, ചൂട് ചൂട് ചൂടേ. ഏസിട്ടൊന്ന് തണുക്കട്ട് വണ്ടി. ഓഹോ, സ്റ്റിയറിംഗ് ഒക്കെ ചൂടായി പഴുത്ത് കിടക്കുന്നു. നല്ല വെയിലത്തല്ലേ പാർക്കിങ്. ഇവിടെ പിടിച്ചു നോക്കുവാനേ, ഇപ്പൊ എന്തൊരു വെയിലല്ലേ നാട്ടിലെ. മഴയും കൊണ്ട് മാറിയപ്പോൾ ഇത് എന്തോ വേനൽക്കാലത്തെ പോലെയാണ് വെയിലടിക്കുന്നത്. നമ്മൾ കോഴിക്കോട് വന്നപ്പോൾ മെയിനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് റഹ്മത്തിലെയും കുറ്റിച്ചിറ ബിരിയാണി ടേസ്റ്റ് ചെയ്യണം, അതിനെക്കുറിച്ച് സംസാരിക്കണം, അതിൻ്റെ വീഡിയോ എടുക്കണമെന്നാണ്. ഇപ്പോൾ കുറ്റിച്ചിറ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഇന്നിപ്പോൾ റഹ്മത്ത് കഴിച്ചു. അടിപൊളി ബിരിയാണി കേട്ടോ റഹ്മത്തിലെ. അതിലെ ഏറ്റവും നല്ല ബിരിയാണി നിങ്ങൾ രണ്ടുപേർക്ക് മട്ടൻ തന്നെയാണ്. ഏറ്റവും നല്ല ബിരിയാണി എനിക്കും ഇഷ്ടപ്പെട്ട മട്ടനായിരുന്നു. മട്ടൻ കഴിഞ്ഞിട്ട് പിന്നെ 2ാം സ്ഥാനം ബീഫായിരുന്നു, 3ാമത് വരുന്ന ചിക്കൻ. ഓക്കെ, ഇത് 3 നമ്മൾ കഴിച്ച. ഇതിൽ നിങ്ങൾ കഴിയുമെങ്കിൽ മട്ടൻ കഴിക്കുന്നവരാണെങ്കിൽ റഹ്മത്തിലെ മട്ടൻ ബിരിയാണി തന്നെ ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ റൂമിലേക്ക് പോകുന്നു. റൂമിൽ പോയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വെക്കറ്റ് ചെയ്ത് ഇറങ്ങി പോവുകയാണ്. കുറ്റിച്ചിറ നമ്മൾ കഴിഞ്ഞോടെ വീഡിയോ ഇട്ടിരുന്നു. അതിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആദ്യം ഫസ്റ്റ് ബീഫായിരുന്നു. എവിടാ? കുറ്റിച്ചിറ. ഓക്കെ, ശരി. നമ്മൾ റൂമിലേക്ക് പോയിട്ട് ഇറങ്ങാൻ പോകുന്നു.